കണിയാപുരം ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്ററും കണിയാപുരം UP സ്കൂളിൽ നിന്നും വെറും 1 കിലോമീറ്ററും കഴക്കൂട്ടം ജംഗ്ഷൻ കഴക്കൂട്ടം AJ ഹോസ്പിറ്റൽ അടുത്ത് നിന്നും 5 മുതൽ 6 കിലോമീറ്റർ വരെയും ടെക്നോ പാർക്ക് ഫേസ് 1ൽ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രമാണ് ദൂരമായി വരുന്നത്. 4.7 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഏരിയ. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്തിലാണ് മതിൽ വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഫ്രണ്ട് പോർഷനായിട്ട് ഇൻ്റർലോക്ക് വരും. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തിൽ സൈഡ് പോർഷനിലായിട്ട് മൂലയ്ക്ക് വന്നിട്ട് ഒരു ബോർവെൽ അടിച്ചിട്ടുണ്ട്. ആ ബോർവെല്ലിൽ വി ഗാർഡിൻ്റെ പമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ഇൻറ്റീരിയർ ഉറപ്പ് വരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തോട്ട് കയറി പോകും. അകത്തോട്ട് കയറുമ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു കട്ടള വന്നിട്ട് തേക്കിൻ്റെതാണ്. ഇവിടെ വരുന്ന വാതിലും തേക്കിൻ്റെതാണ് വരുന്നത്. അപ്പോൾ ഈ അകത്തോട്ട് കയറി പോകുമ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു വിൻഡോ പോർഷനിലാണ് നമ്മൾ TV സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കയറി അകത്തോട്ട് പോകും. അകത്തോട്ട് പോകുമ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ സ്റ്റെയർ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഈ ഓപ്പൺ കിച്ചൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ വാഷ് ബേസിൻ വരും. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഉള്ള സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ അടുപ്പ് വരുന്നത്. അപ്പോൾ ഈ അടുപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്നുകിൽ നമുക്ക് ചിമ്മിനി കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് എക്സോസ്റ്റ് ഫാൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂമിലോട്ട് കയറി പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത്. 2 ജനലും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഈ റൂമിൽ വരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് അകത്തോട്ട് കയറി പോകുമ്പോൾ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്, നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. സെയിം ഇത് 2 ജനലും അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലും വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ. ഈ വാതിൽ നമുക്ക് പുറത്തേക്ക് പോകും. അവിടെ ഒരു പടിയും ഒരു തിട്ടയും കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മളൊന്ന് മുകളിലോട്ട് കയറി പോവുകയാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇൻവെർട്ടർ നമുക്ക് വെക്കാനായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ ഈ സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. സ്റ്റെയറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇൻറ്റീരിയർ വർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ കൈവരിയായിട്ട് വരും. നമ്മൾ കയറി വരുന്ന ഒരു കൈവരിയായിട്ട് വരും. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു ഇൻറ്റീരിയർ വർക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പേസിൽ കൊടുക്കും. അവിടെ ഒരു ഇരിക്കാനുള്ളൊരു സ്പേസ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ്. ഈ 3ാമത്തെ ബെഡ്റൂമിലും ഈ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ്. 2 ജനൽ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ബാൽക്കണിയിലോട്ടാണ്. ഈ ഒരു വിൻഡോ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പോർഷൻ അങ്ങനെ വിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത്. ഈ ബാൽക്കണിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ മുകളിലത്തെ ആ ഒരു ഫ്ലോറിൻ്റെ ഒരു ഇത് കാണാനായിട്ട് പറ്റും. ആ ഒരു വിൻഡോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ സർക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത് അതൊരു ഡിസൈൻ ആയിട്ട് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്പൺ സ്പേസ്, ഒരു ഡിസൈനിന് വേണ്ടി കൊടുത്തേക്കുന്ന ജസ്റ്റ് ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് വീടിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ സൈഡ് പോർഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഷീറ്റ് ഇടാനായിട്ട് പറ്റും. ഷീറ്റ് ഇടാനായിട്ട് പറ്റുമ്പോൾ നമുക്ക് അവിടെ ഒന്നുകിൽ ഇരിക്കാനോ അല്ലെങ്കിൽ തുണിയൊക്കെ വിരിക്കാനുള്ളൊരു ഭാഗമായിട്ട് വരും. പിന്നെ ഇപ്പോൾ കാണിച്ച ഈ ഒരു പോർഷൻ നമുക്ക് തുണി കഴുകുന്ന കല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാൽക്കണി നമ്മൾ നേരെ അകത്തോട്ടായിരിക്കും കയറി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത്, ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ നിർമ്മിച്ചേക്കുന്നത് ചുടുകല്ലാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ്. ഫ്രണ്ടിലത്തെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് റോഡായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സൈഡും ബാക്കും ആയിട്ടുള്ളൊരു പോർഷനാണ്. അതായത് നമ്മുടെ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡ് വരുന്നൊരു പോർഷനാണ്. അപ്പോൾ ഈ പോർഷൻ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വരുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ ഇവിടെ പടിയോട് ചേർന്ന് തന്നെ ഒരു തിട്ടയായിട്ടായിരിക്കും വരുന്നത്. എന്തെങ്കിലും സാധനമൊക്കെ വയ്ക്കാൻ കണക്കായിട്ടുള്ള ഒരു തിട്ടയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ നേരെ കയറി ഇതാണ് നമ്മുടെ ഒരു ബാക്ക് പോർഷൻ. ഇത്രയും വീതിയാണ് നമ്മുടെ ബാക്ക് പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നേരെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രണ്ടിലോട്ട് വരുന്ന ആ ഒരു സൈഡ് വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും പോർഷനാണ് നമ്മുടെ സൈഡ് വ്യൂ ആയിട്ട് വരുന്നത്. ഇത് വീടിൻ്റെ പൂശലിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. പൂർണ്ണമായും ചുടുകല്ലുകൊണ്ട് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചതാണ്. നമ്മൾ ആദ്യം കെട്ടിയിരുന്ന ബേസ്മെൻ്റ് ആണിത് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡാൻ പ്രൂഫായിട്ട് ഡോക്ടർ ഫിക്സിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്.
3 അടി വീതിയും 1 അടി പൊക്കവുമുള്ള 5 റിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള 15 പില്ലേഴ്സിന്റെ വെൽ ഫൗണ്ടേഷനാണ് നമ്മുടെ ബേസ്മെന്റിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 5 അടി ഉയരമുള്ള പില്ലറിന് താഴെ പ്ലാസ്റ്റിക് മാറ്റും 1/2 അടി കനത്തിലുള്ള PCCയും ഉപയോഗിച്ചിട്ടുണ്ട്. 4x16 വൈശാഖ് TMC കമ്പികൾ കൊണ്ട് ഫുൾ കോൺക്രീറ്റോടെയാണ് നമ്മുടെ പില്ലറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കണിയാപുരം ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ അകത്തായി പഞ്ചായത്ത് റോഡ് ആക്സസ് വഴി പ്രൈവറ്റ് റോഡിലൂടെയാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരേണ്ടത്. കണിയാപുരം ജംഗ്ഷന് സമീപം റെയിൽവേ ക്രോസ് ഉള്ളതിനാൽ കഴക്കൂട്ടം മേൽപ്പാലം വഴി നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഫിനിഷിംഗ് വർക്കുകളായ ടൈൽ ഡിസൈൻ, പെയിന്റ് കളർ, ഇന്റർലോക്ക് ഡിസൈൻ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബജറ്റിൽ നിർത്തിക്കൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്.